ഞങ്ങൾ പല്ലിശ്ശേരി ദേശക്കാർക്ക് ഭരണിയല്ല, പിറ്റേന്ന് കാർത്തിക നാളിലാണ് ആഘോഷം. അതുകൊണ്ട് തന്നെ അത് കാർത്തിക വേലയാണ്. വേല ദിവസമായാൽ വീട്ടുകാരറിയാതെ കൂട്ടുകാരുമൊത്ത് കാവിലേക്ക് പോകുന്നത് ഒരു പതിവായിരുന്നു. കാവിൻ്റെ മുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ, പലവിധ ശബ്ദങ്ങൾ. ഒരിടത്ത് വിവിധ സമുദായങ്ങളുടെ കാവടികളും നാദസ്വര മേളങ്ങളും, മറ്റൊരിടത്ത് തട്ടുമേൽക്കളി, കൂടാതെ കുതിരക്കളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ. ഈ ആവേശക്കടലിനിടയിൽ അവിടെയായി ചുവപ്പിൻ്റെ ചില തുരുത്തുകൾ. ദേവിയുടെ ഭക്തരാണ്, വെറും ഭക്തരല്ല, ദേവിക്കായി ഒരായുസ് മുഴുവൻ സമർപ്പിച്ചവർ. ചണ്ടയുടെ താളം ഉയരുമ്പോൾ കയ്യിൽ വാൾ പിടിച്ച് വലിച്ചപ്പാട് ഭഗവതി ആവേശിച്ച് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും. അത് വെറുമൊരു നൃത്തമല്ല, ഒരു വിശ്വാസത്തിന്റെ ജ്വാലയാണ്. ഒരു ഗ്രാമത്തിന്റെ ആത്മാവിൽ കെടാതെ ജ്വലിക്കുന്ന പൈതൃകത്തിന്റെ കനലാണ്. നൂറ്റാണ്ടുകൾ കടന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു പാരമ്പര്യത്തിന്റെ ശബ്ദമാണ്. കയ്യിൽ വാൾ പിടിച്ച് ആവേശത്തോടെ തുള്ളുന്ന വെളിച്ചപ്പാടും അതിനൊപ്പം ഉയരുന്ന അരമണിയുടെയും ചിലമ്പിൻ്റെയും ശബ്ദവും ഇന്നും മനസ്സിൽ അതേ വ്യക്തതയോടെ നിൽക്കുന്ന കാഴ്ചകളാണ്. അതെല്ലാം ഞങ്ങൾ കുട്ടികൾക്ക് ഒരേ സമയം ഭയവും അത്ഭുതവും നൽകുന്ന കാഴ്ചകളായിരുന്നു. കാവിലെ വലിയ വൃക്ഷങ്ങൾക്ക് കീഴിൽ നിന്നുകൊണ്ട് ഭക്തരുടെ ആവേശവും പ്രാർത്ഥനയും നോക്കി നിൽക്കുമ്പോൾ ആ അന്തരീക്ഷം മുഴുവൻ ഒരു രഹസ്യശക്തി നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. താളവാദ്യങ്ങളുടെ മുഴക്കം നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് തന്നെ എത്തുന്നത് പോലെ തോന്നും. ഭക്തരുടെ പ്രാർത്ഥനയും ആവേശവും വിശ്വാസവും ചേർന്ന് അവിടെ ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടാകുമായിരുന്നു. അന്ന് ഞങ്ങൾക്കതൊരു വലിയ ഉത്സവം മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് പിന്നോട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നു, അത് നമ്മുടെ ഗ്രാമത്തിൻ്റെ ആത്മാവും നമ്മുടെ ബാല്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഓർമ്മകളിലൊന്നുമായിരുന്നു. ഇന്ന് വർഷങ്ങൾ പലത് കഴിഞ്ഞു, ഗ്രാമവും മാറി, ആളുകളും മാറി. പക്ഷെ എവിടെയെങ്കിലും ചെണ്ടമേളം കേൾക്കുമ്പോൾ മനസ്സറിയാതെ തിരിച്ചു പോകും ആ പഴയ കാവിലേക്കും കൂട്ടുകാരോടൊപ്പം ഓടിക്കളിച്ചിരുന്ന ആ ബാല്യകാല ദിവസങ്ങളിലേക്കും. ഭരണിയായാലും കാർത്തിക വേലയായാലും ഒരു ഉത്സവം മാത്രമല്ല, അത് ഗ്രാമത്തിൻ്റെ ഓർമ്മകളും പാരമ്പര്യവും വിശ്വാസവും ചേർന്ന ഒരു ആത്മീയ അനുഭവമാണ്.